ഈ നല്ല ചൂടത്തേക്ക് നമുക്ക് മാംഗോ മിൽക്ക് ഷേക്ക് ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോ. മാമ്പഴം കിട്ടുവാണെങ്കിൽ 2 മാമ്പഴം ഉണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോട്ടോ. നല്ല ചൂടത്തെ നല്ലൊരു ശരീരത്തിന് നല്ലൊരു തണുപ്പ് കിട്ടാനൊക്കെ ആയിട്ടും നമുക്ക് സമ്മർ ഡ്രിങ്ക് ഒക്കെ ആയിട്ടും അതെല്ലാം ഇപ്പോൾ റംസാനിലൊക്കെയും നമുക്ക് വൈകുന്നേരങ്ങളിൽ വിളമ്പാനൊക്കെ ആയിട്ടും നല്ലതാണ് കേട്ടോ. അപ്പോൾ അതേപോലെ നിങ്ങൾക്ക് നാടൻ മാങ്ങ കിട്ടുവാണെങ്കിൽ നാടൻ മാമ്പഴം കിട്ടുവാണെങ്കിൽ അതിലുണ്ടാക്കാം. ഇനിയിപ്പോൾ അതല്ല കടയിൽ നിന്നാണ് മാമ്പഴം കിട്ടുന്നതെങ്കിൽ അതിലുണ്ടാക്കിയാലും മതി കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് കുനുകുനൊന്ന് അരിഞ്ഞ് എടുത്ത് മാറ്റി വയ്ക്കാം. പിന്നെ നമുക്ക് ഈ ഒരു പാല് നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന പാക്കറ്റ് പാലുണ്ടല്ലോ, അത് നമുക്ക് തിളപ്പിച്ചെടുത്തിട്ട് ആറ്റിയെടുക്കുന്നതാണ്. അപ്പോൾ തിളപ്പിച്ചെടുക്കുമ്പോൾ നമുക്ക് ആ ഒരു കട്ടപ്പാലിനൊക്കെ ടേസ്റ്റ് കിട്ടാനായിട്ട് 2-3 ഏലക്കയും കൂടി ഇട്ടിട്ട് തിളപ്പിച്ച് ആറിയതിന് ശേഷം ട്രെയിലാക്കിയിട്ട് കട്ടയാക്കി എടുത്താൽ മതി. അപ്പോൾ നമുക്കത് ഇതുപോലെ ഒന്ന് മാമ്പഴമൊക്കെ ഒന്ന് അരിഞ്ഞെടുത്തതിന് ശേഷം ആ മിക്സിയുടെ ജാറിലേക്ക് ഇതുപോലെ അരിഞ്ഞിട്ട് കൊടുക്കാം കേട്ടോ. ഏകദേശം ഒരു 10ഓളം ഐസിൻ്റെ കട്ടകൾ എടുത്താൽ വെച്ചാൽ മതി. ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് ബൂസ്റ്റ് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇങ്ങനെ കട്ടകൾ നിങ്ങൾ ഉണ്ടാക്കിയെടുത്ത് വെക്കുകയാണെങ്കിലുണ്ടല്ലോ, നമുക്ക് ഫ്രിഡ്ജിൽ ഏകദേശം ഒരു 3-4 ദിവസം ആ കട്ട ഇരിക്കുകയും ചെയ്യും. നമുക്കൊരു 5-8 തവണ നമുക്ക് മിൽക്ക് ഷേക്ക് ഉണ്ടാക്കാനൊക്കെ ആയിട്ട് കട്ടകൾ എടുത്ത് യൂസ് ചെയ്യുകയും ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് കുറച്ച് പഞ്ചസാരയും ബൂസ്റ്റും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു ഗ്ലാസ് പാലും ഒരു ഗ്ലാസ് വെള്ളം കൂടെ മിക്സ് ചെയ്തിട്ട് അതും കൂടെ ചേർത്ത് അടിച്ചെടുക്കാം. നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. അതുമാത്രമല്ല, ഇനിയിപ്പോൾ കാണാനൊരു ലുക്കിനൊക്കെ വേണ്ടിയിട്ട് കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടാനൊക്കെ ആയിട്ട് വേണമെങ്കിൽ നമുക്ക് ഇതുപോലെയൊക്കെ കുറച്ച് ചോക്ലേറ്റ് സിറപ്പൊക്കെ ഉണ്ടെങ്കിൽ ഗ്ലാസ്സിലൊക്കെ ചുറ്റി ഇതുപോലെ വെച്ച് കൊടുക്കാം. പിന്നെ വിരുന്നുകാരൊക്കെ വരുമ്പോൾ ടേബിളിലൊക്കെ നല്ല ഭംഗിയൊക്കെ കിട്ടാൻ വേണമെങ്കിൽ ഒന്ന് അലങ്കരിച്ച് വെക്കാനൊക്കെ ആയിട്ട് ഇതുപോലെ കുറച്ച് ഐസ്ക്രീമൊക്കെ അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുത്തിട്ട് കുറച്ച് ടൂട്ടി ഫ്രൂട്ടിയൊക്കെ ഇതുപോലെ കുറച്ചൊക്കെ ഒന്ന് വിതറി തൂളി കൊടുത്തതിന് ശേഷം നമുക്കത് സെർവ് ചെയ്യാം കേട്ടോ. നല്ല ടേസ്റ്റാണ്, ഉണ്ടാക്കി നോക്കുക. അപ്പോൾ നല്ലൊരു കാണാം.